നമസ്കാരം. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ലെക്ചറിലേക്ക് കിടക്കുകയാണ്. വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ബ്ലാക്ക് ബോഡി റേഡിയേഷനാണ്. ഓക്കെ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന ഫിനോമിനൻ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. നമ്മളിവിടെ ഈ ഡിസ്കഷനിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രയാസങ്ങളും പിന്നീട് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ഉപയോഗിച്ച് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിഞ്ഞതിനെ കുറിച്ചുമാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്കറിയാം എല്ലാ വസ്തുക്കളും അത് ഏത് ടെമ്പറേച്ചറിലായിരുന്നാലും ദേ എമിറ്റ് റേഡിയേഷൻ. ഒരു നല്ല എക്സാമ്പിളാണ് നമ്മളുടെ ഹോട്ട് ഒബ്ജക്റ്റിൻ്റെ അടുത്ത്, വളരെ അടുത്ത് നമ്മളുടെ കൈ എങ്ങാനും എത്തിച്ചാൽ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടും. നിങ്ങൾക്കറിയാം, അത് ഇൻഫ്രാറെഡ് റേഡിയേഷനുകൾ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റുകളും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ദേ emit some radiations, all right, some energy in the form of electromagnetic radiations. എന്നാലും ഈ എമിറ്റ് ചെയ്യപ്പെടുന്നതിലെ എന്നതിൻ്റെ സ്ട്രെങ്ത്, ഇൻറ്റൻസിറ്റി അതിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് വെരി ഹോട്ട് ഒബ്ജക്റ്റ് റേഡിയേറ്റ് വെരി intense radiation, as well as the frequency of the dominating spectrum depends on the temperature. ഉദാഹരണത്തിന് നിങ്ങൾ ബ്ലാക്ക് സ്മിത്തിൻ്റെ കൊല്ലന്മാരുടെ വർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, അവർ വസ്തുക്കളെ ചൂടാക്കുമ്പോൾ ആദ്യം അത് റെഡ് ഹോട്ടാവും, പിന്നീട് അപ്പോൾ നല്ല ചുമന്ന റെഡ് ആയിട്ടുള്ള കളറായിരിക്കും പുറത്തേക്ക്, റെഡ് ലൈറ്റ് ആയിരിക്കും വരുന്നത്. കുറേ കൂടി ഹോട്ടാകുമ്പോഴേക്കും അതൊരു യെല്ലോയിഷ് കളറിലേക്ക് വരുന്നതാണ്. ഇനി ഫിലമെൻറ്റ് ലാമ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ലോ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ഒരു റെഡിഷ് ലൈറ്റ് ആയിരിക്കും തരിക. നല്ല വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഇറ്റ് ഗീവ്സ് വൈറ്റ് ലൈറ്റ്, അപ്പോൾ അത് വൈറ്റ് ഹോട്ടായി മാറും. അപ്പോൾ ഏത് ലൈറ്റാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത് എന്നത് ടെമ്പറേച്ചറാണ് തീരുമാനിക്കുന്നത്. ദാറ്റ്സ് എ കോമൺ ഡേ ഒബ്സർവേഷൻ, കറക്റ്റ്. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ റേഡിയേഷനും ഇൻഫ്രാറെഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. സോ ദാറ്റ് ഈസ് ഓൺലി ഡിഫിക്കൽട്ടി. അപ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ കേസിൽ നമ്മൾ നോക്കിയാൽ അതിൽ നിന്ന് പുറപ്പെടുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈസ് നോട്ട് വിസിബിൾ, അതുകൊണ്ടാണ് നമ്മൾ കാണാത്തത്. ബട്ട് സ്റ്റിൽ വി ക്യാൻ ഫീൽ ദ ഹോട്ട്നെസ്, കറക്റ്റ്. നൗ ഒരു വസ്തുവിന് റേഡിയേഷനെ എമിറ്റ് ചെയ്യാനുള്ള കഴിവ്, അത് റേഡിയേഷനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഒരു ബോഡി റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റേഡിയേഷനെ എമിറ്റ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു വസ്തു ഒരു സെക്കൻഡിൽ 10 ജൂൾ ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നു എന്ന് കരുതും. ഈ വസ്തു 10 ജൂൾ ഓഫ് എനർജി ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുകയും ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വസ്തുവിൽ ഒരു നെറ്റ് ഗെയിൻ ഓർ ലോസ് ഓഫ് എനർജി ഉണ്ടാവും. ഉദാഹരണത്തിന് it absorbs 15 joule of energy and emits 10 joule of energy simply implies that in every second it gains 5 joule of energy. On the other hand, it gains 10 joule of energy and releases, that means emits 15 joule of energy, means it will have a net loss of 5 joule of energy in every second, correct. അപ്പോൾ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എമിറ്റ് ചെയ്യപ്പെടുന്ന അത്രയും തന്നെ അബ്സോർബ് ചെയ്യുന്ന അത്രയും തന്നെ എനർജി എമിറ്റ് ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നെറ്റ് ഗെയിൻ ഉണ്ടാവും, അപ്പോൾ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവും. നെറ്റ് ഗെയിൻ ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, നെറ്റ് ലോസ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഫോൾ ചെയ്യും. ഓക്കെ, റൈറ്റ്. അപ്പോൾ സിൻസ് എ ബോഡി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം with its surrounding and must absorb energy from them at the same rate as it emits energy, correct. Now what is a black body? നോക്കാം നമുക്ക്. ഒരു ബ്ലാക്ക് ബോഡി എന്ന് വെച്ചാൽ ദാറ്റ്സ് ആൻ ഐഡിയൽ കൺസെപ്റ്റ്. an ideal body that absorbs all radiation
incident upon it regardless of frequency. എന്ന് വെച്ചാൽ ഏത് ഫ്രീക്വൻസി ആയിരുന്നാലും അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന, കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കാം. സോ വൺ ക്യാൻ ഡിസ്റിഗാർഡ് ദ പ്രിസൈസ് നേച്ചർ ഓഫ് വാട്ട് എവർ ഈസ് റേഡിയേറ്റിംഗ്. അപ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന ഒരു ഐഡിയൽ കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരാനുള്ള റീസൺ, ഒബ്ജക്റ്റിൻ്റെ പ്രിസൈസ് നേച്ചർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദ പ്രിസൈസ് നേച്ചർ ഓഫ് വാട്ട് എവർ ഈസ് റേഡിയേറ്റിംഗ് ക്യാൻ ബി ഡിസ്റിഗാർഡഡ്. So that's a reason why we introduce a black body. So we'll see what a black body is. A real practical situation le namukku ingane cheyam. A black body can be approximated by a hollow object with a very small hole leading to its interior. Namukku valare cheriyoru hole ulla oru hollow cavity aayittulla oru opening ulla oru cavity neയാണ് നമ്മൾ ഒരു black body എന്ന് approximate ചെയ്യുന്നത്. And usually this is cylindrical or spherical in shape, but it's not really important because it's an ideal concept. But such a cavity can be practically approximated to black body, right? Now what will happen to the radiation that enters to the cavity? So we'll see. It will undergo reflection. Again it undergo reflection. It keep on reflecting and reflecting and reflecting. And you can see that it will get trapped. So you can see that it get trapped inside. കാരണം even അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്യുക, in every reflection it get absorbed and continuously its energy decreases and finally it will be completely absorbed. So that's the idea. Please note that cavity of the walls are constantly emitting and absorbing radiation. Now, ഇങ്ങനെയുള്ളൊരു ബ്ലാക്ക് ബോഡിയുടെ സ്പെക്ട്രയാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഒരു ബ്ലാക്ക് ബോഡി എമിഷൻ എങ്ങനെയാണ്, ഒബ്സേർവ്ഡ് ബ്ലാക്ക് ബോഡി എമിഷനാണ് ഈ ഗ്രാഫ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 300 കെൽവിനിലുള്ള സ്പെക്ട്ര എങ്ങനെയാണ്. ഈ ആക്സിസിൽ ഫ്രീക്വൻസിയാണ്, ഈ ആക്സിസിൽ എനർജി ഡെൻസിറ്റിയാണ്. യൂണിറ്റ് വോളിയത്തിൽ യൂണിറ്റ് ടൈമിൽ എത്ര എനർജി ഉണ്ടെന്നുള്ളതാണ്. സോ സിംപ്ലി ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം. നോക്കൂ, വെരി ലോ ഫ്രീക്വൻസി, സീറോ ഫ്രീക്വൻസിയിൽ ഇൻറ്റൻസിറ്റി ഇല്ല. പിന്നെ ഫ്രീക്വൻസി സ്ലൈറ്റ് ആയിട്ട് കൂടുന്നതനുസരിച്ച് ഇൻറ്റൻസിറ്റി കൂടി വരും, ഒരു മാക്സിമത്തിലെത്തും, കുറഞ്ഞു വരും. ഇനി നോക്കൂ, അറ്റ് 500 കെൽവിൻ ദ ബിഹേവിയർ ഇസ് ദ സെയിം. പക്ഷേ രണ്ട് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഉണ്ട്. നോക്കൂ, ഒന്ന്, ഇതിൻ്റെ മാക്സിമം ഒക്കർ ചെയ്യുന്നത് വേറൊരു ഫ്രീക്വൻസിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് കാണാം. ഇതിൻ്റെ മാക്സിമം ഒക്കർ ചെയ്യുന്നത് 1 × 10⁻14 ആണെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഒക്കർ ചെയ്യുന്നത് ലെസ് ദാൻ 0.5 × 10⁻14 ആണ്. എന്ന് വെച്ചാൽ ഏത് ഫ്രീക്വൻസിക്കാണ് മാക്സിമം ഇൻറ്റൻസിറ്റി എന്നുള്ളത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓർ എക്സാക്ട്ലി സ്പീക്കിംഗ്, ദ മാക്സിമം ഇൻറ്റൻസ് റേഡിയേഷൻ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. സോ ദിസ് ഇസ് ഇറ്റ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷൻ ഇസ് ദിസ്, ഒരു ലോ ടെമ്പറേച്ചർ, ഫോർ എക്സാമ്പിൾ നമ്മൾ 900 കെൽവിൻ എടുത്താൽ അതിൻ്റെ സ്പെക്ട്രൽ ഇൻറ്റൻസിറ്റി അപ്രോക്സിമേറ്റ്ലി 0.5 യൂണിറ്റ്സ് ആണ്. എന്നാൽ 1500 എത്തുമ്പോഴേക്കും അത് 2.5 എത്തി. എന്ന് വെച്ചാൽ ഇറ്റ് എമിറ്റ്സ് മോർ റേഡിയേഷൻ. സോ ദാറ്റ്സ് ഐഡിയ. ഓക്കെ, സോ എ ബ്ലാക്ക് ബോഡി റേഡിയേറ്റ്സ് മോർ വെൻ ഇറ്റ് ഈസ് ഹോട്ട് ദാൻ വെൻ ഇറ്റ് ഈസ് കോൾഡ്. ദാറ്റ്സ് ഐഡിയ. ഒരു ബ്ലാക്ക് ബോഡി കൂടുതൽ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് ഹോട്ടായിരിക്കുമ്പോഴാണ് ദാൻ വെൻ ഇറ്റ് ഈസ് കോൾഡ്. ആൻഡ് രണ്ടാമത്തെ പോയിന്റ്, ദ സ്പെക്ട്രം ഓഫ് ഹോട്ട് ബ്ലാക്ക് ബോഡി ഹാസ് ഇറ്റ്സ് പീക്ക് അറ്റ് ഹയർ ഫ്രീക്വൻസി ദാൻ ദ പീക്ക് ഇൻ ദ സ്പെക്ട്രം ഓഫ് എ കൂളർ വൺ. അപ്പോൾ ഒരേ ഒബ്ജക്റ്റിൻ്റെ തണുത്തിരിക്കുന്ന സമയത്തെ സ്പെക്ട്രത്തിലെ പീക്കും പിന്നെ ഹോട്ടായിരിക്കുമ്പോഴുള്ള സ്പെക്ട്രത്തിൻ്റെ പീക്കും ഡിഫറെൻ്റ് ആണ്. ഹോട്ടായിരിക്കുമ്പോഴുള്ള ഫ്രീക്വൻസി ആയിരിക്കും കൂടുതൽ. സോ നൗ ക്ലാസിക്കൽ ഫിസിസിസ്റ്റായ റാലി ആൻഡ് ജീൻസ് ഈ ഫിനോമിനനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവരിങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ സ്റ്റാർട്ടഡ് ബൈ കൺസിഡറിങ് ദ റേഡിയേഷൻ ഇൻസൈഡ് എ cavity of absolute temperature T whose walls are perfect reflectors to be a series of standing EM waves. അപ്പോൾ ഇവിടെ ഈ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഞാൻ ആദ്യം തുടങ്ങാം. നിങ്ങൾ മെൽഡി സ്ട്രിങ് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ സ്റ്റാൻഡിങ് വേവ്സ് കണ്ടിട്ടുണ്ട്, ഓൾറൈറ്റ്. അപ്പോൾ അവിടെ രണ്ടറ്റത്തുനിന്നും റിഫ്ലക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇൻ ദ സെയിം ഫാഷൻ നമ്മൾ ഈ ക്യാവിറ്റിക്കുള്ളിൽ
ക്യാവിറ്റിക്കുള്ളിലെ വോൾസ് പെർഫെക്റ്റ് റിഫ്ലക്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പം ഒരു റിഫ്ലക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത റിഫ്ലക്ഷൻ വരെയുള്ള സ്ഥലത്ത് സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇത് ബാക്ക് ആൻഡ് ഫോർത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവും. സോ അതായിരുന്നു അവരുടെ ഐഡിയ. അപ്പോൾ ഈ ക്യാവിറ്റിക്കകത്ത് നിറയെ സ്റ്റാൻഡിങ് വേവുകളാണ് ഉള്ളത്. ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിറയെ ക്യാവിറ്റിക്കുള്ളിൽ നിറയെ സ്റ്റാൻഡിങ് വേവുകളാണ്. അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റാൻഡിങ് വേവ് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ സിൻസ് ദ വോൾസ് ആർ റിജിഡ് ആ രണ്ടറ്റവും നോഡുകളായിരിക്കണം. അപ്പോൾ രണ്ട് നോഡുകൾക്കിടയിലുള്ള സ്റ്റാൻഡിങ് വേവുകളെ ഇതിനകത്തുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്തുകളുടെ ഹാഫിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഈ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു റിഫ്ലക്ഷൻ നടക്കുന്ന പോയിന്റിൽ നിന്ന് തൊട്ടടുത്ത റിഫ്ലക്ഷൻ നടക്കുന്ന വരെയുള്ള സ്പേസിൽ ഒരു സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവും. ആ ലൈനിൻ്റെ നീളം λ/2ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. സോ ദാറ്റ്സ് ഐഡിയ. Path length from wall to wall, whatever the direction, must be a whole number of half wavelength so that a node occurs at each reflecting surface. That's very simple. അപ്പോൾ ഇവരുടെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഈ ക്യാവിറ്റി എന്ന് പറയുന്നത് നിറയെ സ്റ്റാൻഡിങ് വേവുകളാണ്. The number of independent standing waves in the frequency interval they estimated using some techniques. അപ്പോൾ അതിനെ ഇവിടെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഒരു ക്യാവിറ്റിക്കുള്ളിൽ യൂണിറ്റ് വോളിയത്തിൽ എത്ര സ്റ്റാൻഡിങ് വേവുകളുണ്ട്. ഹുസ് ഫ്രീക്വൻസീസ് ലൈസ് ഇൻ ദ റേഞ്ച് ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ. അപ്പോൾ ന്യൂ എന്ന ഫ്രീക്വൻസിക്കും ന്യൂ പ്ലസ് ഡി ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിക്കും ഇടയിൽ എത്ര സ്റ്റാൻഡിങ് വേവുകൾ ഉണ്ട്. സോ ഇതായിരുന്നു അവർ കാൽക്കുലേറ്റ് ചെയ്തത്. ഓൾറൈറ്റ്, കറക്റ്റ്. അതിൻ്റെ ഫോമുല, അതിനെ നമ്മൾ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ഇൻസൈഡ് ദ ക്യാവിറ്റി എന്ന് വിളിക്കുന്നു. ദ ഫോമുല ഇസ് ദിസ്: g of nu d nu is equal to 8 pi nu square d nu divided by c cube. അപ്പോൾ ന്യൂ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതിൽ c എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ്. ദ ഫോമുല ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ ക്യാവിറ്റി. അപ്പോൾ ക്യാവിറ്റിയുടെ ഷേപ്പ് എന്തായിരുന്നാലും ഈ ഫോമുല സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ദ ഹയർ ദ ഫ്രീക്വൻസി ദ ഷോർട്ടർ ദ വേവ് ലെങ്ത് ആൻഡ് ഗ്രേറ്റർ ദ നമ്പർ ഓഫ് പോസിബിൾ സ്റ്റാൻഡിങ് വേവ്സ്. ഉറപ്പാണ്, നമ്മൾ ഹയർ ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴേക്കും നമുക്കറിയാം വേവ് ലെങ്ത് കുറവായതുകൊണ്ട് കൂടുതൽ സ്റ്റാൻഡിങ് വേവുകൾ ഉണ്ട്. സോ ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഫ്രം ദിസ് ഫോമുല ദിസ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. റൈറ്റ്, നൗ വി വിൽ ലുക്ക് into how much energy is possessed by each standing wave. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എടുക്കാം. നോക്കൂ, തിയറം ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത് ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഹാഫ് kT ഓഫ് എനർജി ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഓസിലേറ്ററിൻ്റെ കേസിൽ കെ എന്താണ്? ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. അപ്പോൾ ഒരു ഓസിലേറ്ററിൻ്റെ കേസിൽ നമുക്കറിയാം രണ്ട് എനർജീസ് അസോസിയേറ്റഡ് ആണ്. ഒന്ന് കൈനറ്റിക് എനർജിയും മറ്റേത് പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ total energy of a one-dimensional harmonic oscillator according to law of equipartition of energies 2 degrees of freedom ഉള്ളതുകൊണ്ട് 2 into half kT. That means kT of energy ഉണ്ടാവും ഒരു സ്റ്റാൻഡിങ് വേവിന്. Now it is very easy to calculate the total energy per unit volume. കാരണം യൂണിറ്റ് വോളിയത്തിൽ എത്ര സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടെന്ന് നമുക്കറിയാം, ഒരു സ്റ്റാൻഡിങ് വേവിൻ്റെ എനർജിയും നമുക്കറിയാം. ഓക്കെ, നമുക്കറിയാം g of nu d nu എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് g of nu d nu എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ്. അതിനെ നമ്മുടെ എനർജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻ ദ ക്യാവിറ്റി ഇൻ ദ ഫ്രീക്വൻസി ഇന്റർവെൽ ഫ്രം nu to nu plus d nu. So we will see that. That's very simple. g of nu d nu നെ എനർജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So we just substitute the value of g of nu d nu and the energy upon multiplication നമുക്ക് ഈ ഫോർമുല കിട്ടും. സോ ഇതാണ് റാലി-ജീൻസ് ഫോർമുല. റാലി-ജീൻസ് ഫോർമുലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. സോ റാലി-ജീൻസ് ഫോർമുലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് അൾട്രാവയലറ്റ് കാറ്റാസ്ട്രോഫി. അപ്പോൾ ഇവിടെ ഈ ഡോട്ടഡ് ലൈൻസ് ഉണ്ടല്ലോ, ഈ ഫിഗറിൽ ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ റാലി-ജീൻസ് ഫോർമുലേൻ്റെ പ്ലോട്ടാണ്. അപ്പോൾ ഈ ആക്സിസിൽ ഫ്രീക്വൻസിയും ഈ ആക്സിസിൽ നമ്മളുടെ സ്പെക്ട്രൽ ഡെൻസിറ്റിയുമാണ്, സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റിയും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ റാലി-ജീൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വെരി ലോ ഫ്രീക്വൻസീസിൽ ഇറ്റ് മാച്ചസ്, ബട്ട് അറ്റ് ഹയർ ഫ്രീക്വൻസീസ് നമ്മളുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ സ്പെക്ട്രൽ എനർജി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അക്കോർഡിംഗ് ടു റാലി ആൻഡ് ജീൻസ്. പക്ഷേ ഇത് ഭയങ്കര പ്രശ്നവും. കാരണം എന്താ, ഒരു സാധാരണ ടെമ്പറേച്ചറുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈ ഫ്രീക്വൻസി റേഡിയേഷന് വെരി ഹൈ ഇൻറ്റൻസിറ്റി ആണെന്നാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതായത്
ഹാംഫുൾ റേഡിയേഷനുകളാണ് ഹൈ ഫ്രീക്വൻസി റേഡിയേഷനുകൾ ലൈക്ക് ഗാമ റേസ്. അപ്പോൾ ഇത്തരം റേഡിയേഷൻ്റെ ഹൈ ഫ്രീക്വൻസി റേഡിയേഷനുകളുടെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള റേഡിയേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് റാലിജൻസ് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു വസ്തുവിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല, നമ്മൾ അപ്പോഴേക്കും ബേൺ ഓഫ് ആയനെ. ബട്ട് ഇറ്റ് മാച്ചസ് അറ്റ് ലോ ഫ്രീക്വൻസീസ്. സോ ഹയർ ഫ്രീക്വൻസി ദാറ്റ് ഈസ് അൾട്രാവയലറ്റ് സൈഡിലേക്ക് പോകുമ്പോഴേക്കും നമ്മളുടെ റാലിജൻസ് ഫോർമുല ഷോസ് എ ഗ്രേറ്റ് ഡീവിയേഷൻ. So that is why it is known as ultraviolet catastrophe. Now we have the Rayleigh formula. This thing we know that it is proportional to square of the frequency. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റിഫൈ ആണ്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴേക്കും എനർജി ഡെൻസിറ്റി ഇൻഫിനിറ്റിയിലേക്ക് പോകും. പക്ഷേ നാച്ചുറലി എങ്ങനെയാണ്? നാച്ചുറലി ഈവൻ ഹൈ ഫ്രീക്വൻസി സൈഡിലേക്ക് പോകുമ്പോഴേക്കും കുറഞ്ഞു വന്ന് സീറോയിലേക്ക് എത്തണം. ഇതാണ് നാച്ചുറലി നമ്മൾ കാണേണ്ടത്. So in reality energy density falls to zero as frequency tend to infinity, right? So this discrepancy is known as ultraviolet catastrophe of classical physics. Okay, now Planck's formula ആണ്. അപ്പോൾ പ്ലാങ്ക് വളരെ മനോഹരമായ ഒരു ഫോർമുല ആയിട്ട് വന്നു in 19th century very beginning. 1900 German physicist Max Planck used the lucky guesswork to come up with a formula for spectral energy density of black body radiation. അയാളുടെ ഫോർമുല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല കൊണ്ടുവന്നു. 8πh/c³ into nu cube d nu divided by exponential h nu by kt minus 1, where h is a constant called Planck's constant whose value is 6.626 into 10⁻⁻34 joule second. Right. Okay, now let us explain the black body spectra. Okay, അപ്പോൾ നമ്മൾ സ്പെക്ട്രയിൽ കണ്ട പ്രോപ്പർട്ടീസ്, നമ്മുടെ ഈ ബ്ലാക്ക് ബോഡി സ്പെക്ട്രയുടെ പ്രോപ്പർട്ടീസ് മാക്സ് പ്ലാങ്കിൻ്റെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. ഇതാണ് മാക്സ് പ്ലാങ്കിൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിനെയാണല്ലോ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലും ഉണ്ട്, അതുപോലെ ഡിനോമിനേറ്ററിലും ഉണ്ട്. ന്യൂമറേറ്ററിൽ ന്യൂ ക്യൂബാണ്, വളരെ റാപ്പിഡായി ഗ്രോ ചെയ്യുന്ന സാധനമാണ് നമുക്കറിയാം. സ്ക്വയർ ആകുമ്പോൾ തന്നെ വളരെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യും. അതിനേക്കാൾ കുറച്ചും കൂടി റാപ്പിഡായിട്ട് ന്യൂ ക്യൂബ് ഗ്രോ ചെയ്യും. ആൻഡ് വാട്ട് അബൌട്ട് h nu by kt? e raised to h nu by kt, e raised to h nu by kt minus 1 എന്നുള്ളതിൽ h nu by kt. ഇപ്പോൾ എക്സ്പൊണൻഷ്യൽ h nu by kt എന്ന് പറയുന്ന സാധനമാണ്. അതെങ്ങനെയായിരിക്കും ഗ്രോ ചെയ്യുക? ഈ രണ്ട് കാര്യങ്ങളാണ്, ഇവർ രണ്ടും സൈമിൾട്ടേനിയസ്ലി ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂമറേറ്റർ എങ്ങനെ ഗ്രോ ചെയ്യും വിത്ത് ഫ്രീക്വൻസി, ആൻഡ് ഡിനോമിനേറ്റർ എങ്ങനെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് കൂടും എന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് ബ്ലാക്ക് ബോഡി സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ വിൽ ഡു ദാറ്റ് ഇൻ ഡീറ്റെയിൽ. ബിഫോർ ദാറ്റ്, അറ്റ് ഹയർ ഫ്രീക്വൻസീസ് വാട്ട് വിൽ ഹാപ്പൻ നോക്കാം. അറ്റ് ഹയർ ഫ്രീക്വൻസീസ് h nu by kt എന്ന് പറയുന്നത് വളരെ വലിയ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഞാനതിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫോർ ദ ടൈം ബീങ് h nu എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ e raised to h nu എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരിക്കും. ആൻഡ് ഡ്യൂ ടു ദാറ്റ് റീസൺ denominator will be very very large, which makes the term approximately 0. അപ്പോൾ therefore h nu by kt എന്ന് പറയുന്നത് ന്യൂ ക്യൂബിനേക്കാളും വളരെ വളരെ വലുതായിരിക്കും. ആൻഡ് സോ എനർജി ഡെൻസിറ്റി ഗോസ് ടു 0. സോ ദാറ്റ് ഐ വിൽ ഡെമോൺസ്ട്രേറ്റ്, ഡോണ്ട് വറി. ലോ ഫ്രീക്വൻസീസിൽ എന്ത് പറ്റും? ലോ ഫ്രീക്വൻസിയിൽ ഈ h nu എന്ന് പറയുന്നത് ചെറുതായതുകൊണ്ട് h nu by kt ഈസ് വെരി മച്ച് ലെസ് ദാൻ 1. ഓൾ റൈറ്റ്, h nu by kt ഭയങ്കര ചെറുതായിരിക്കും. ആൻഡ് ഡ്യൂ ടു ദാറ്റ് റീസൺ ഈ ആളുണ്ടല്ലോ, e raised to h nu by kt എന്നുള്ളതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഈ e raised to x ന് നമുക്കറിയാം എക്സ്പാൻഷൻ എന്താണ്? 1 + x + x² / 2 ഫാക്ടോറിയൽ + x³ / 3 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഫോർ സ്മോൾ x മച്ച് ലെസ് ദാൻ 1, നമ്മൾ e raised to x നെ 1 + x എന്ന് എഴുതാറുണ്ട്. സോ 1 + x, ഇവിടെ x-ൻ്റെ സ്ഥാനത്ത് h nu by kt ആണ്. ഓക്കെ, അപ്പോൾ വിത്ത് ദാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഫോർമുല എന്തായി മാറും? ഇവിടെ e raised to h nu by kt എന്നുള്ളതിനെ ഞാൻ h nu by kt + 1 എഴുതും, -1, അപ്പോൾ അത് ക്യാൻസലായി, വിച്ച് ഗീവ്സ് അപ്പോൺ സിംപ്ലിഫിക്കേഷൻ ഗീവ്സ് അവർ റാലിജൻസ് ഫോർമുല. നമുക്കറിയാം റാലിജൻസ് ഫോർമുല ലോ ഫ്രീക്വൻസിയിൽ മാച്ച് ചെയ്യും. സോ ദിസ് വേ ബ്ലാക്ക് ബോഡി സ്പെക്ട്ര ഈസ് പെർഫെക്റ്റ്ലി എക്സ്പ്ലെയിൻഡ് ബൈ Planck's radiation formula. Now ഈ ന്യൂമറേറ്ററിൻ്റെ വേരിയേഷനും ഡിനോമിനേറ്ററിൻ്റെ വേരിയേഷനും നമുക്കൊന്ന് നോക്കാം. ന്യൂമറേറ്ററിൽ ന്യൂ ക്യൂബ് ആണ്, താഴെ e raised to h nu by kt ആണ്. അപ്പോൾ ഞാൻ ന്യൂമറേറ്ററിന് മൊത്തമാണ് എടുത്തിരിക്കുന്നത്, 8πh nu cube d nu. അതുപോലെ ഡിനോമിനേറ്ററിൽ c³ e raised to h nu by kt -1. അപ്പോൾ ഈ രണ്ട് ആളുകളുടെയും വേരിയേഷൻ ഒന്ന്
പ്ലോട്ട് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും വാല്യൂസ് ഞാൻ ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 0 ഫ്രീക്വൻസിയിലാണ് തുടങ്ങുന്നത്. ന്യൂമറേറ്റർ 0 ആയിരിക്കും, ഒബിയസ്ലി ന്യൂ ക്യൂബ് ഉള്ളതുകൊണ്ട്. താഴെ ഡിനോമിനേറ്റർ 3 ഉണ്ട്. അപ്പോൾ 10⁻25 ഡിനോമിനേറ്റർ തുടങ്ങുന്നത്. ആൻഡ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ 0 ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് 10⁻1, 10⁻2, 10⁻3 അങ്ങനെയാണ് കൂടുന്നത്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്കറിയാം ഇത് 10⁻25 തന്നെയാണ്. അപ്പോൾ ഇനിഷ്യലി ഇതിന് കാര്യമായ മാറ്റം വരുന്നില്ല, എന്നാൽ ന്യൂമറേറ്റർ പാർട്ട് ഗ്രോ ചെയ്യുന്നു. ആൻഡ് ഡ്യൂ ടു ദാറ്റ് റീസൺ ഡിനോമിനേറ്റർ ഓൾസോ ഗ്രോസ് ഫ്രം -25 to -24. നെഗറ്റീവ് ആണ്, കൂടുകയാണെ 23, 22 അങ്ങനെ കൂടി വരും. അതാണ് നമ്മൾ കാണുന്ന ഇനിഷ്യൽ പീക്ക്. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ന്യൂമറേറ്ററിൻ്റെത് 10⁻11 വരെ ഗ്രോ ചെയ്തുള്ളൂ. ബൈ ദ ടൈം ഡിനോമിനേറ്റർ ഗ്രോസ് ടു 10⁻29. നോക്കൂ, ഇനിഷ്യലി അവന് വലിയ ഗ്രോത്ത് ഒന്നുമില്ല, അവനൊരു കോൺസ്റ്റന്റ് പോലെയാണ് ബിഹേവ് ചെയ്ത്. എന്നാൽ ടുവേർഡ്സ് ദ എൻഡ് ദ ഗ്രോത്ത് ഈസ് വെരി ലാർജ്, 10⁻29 ആണ്. ആൻഡ് ദീസ് പോയിന്റ്സ് ആർ വെരി വെരി ക്ലോസർ ടു ഈച്ച് അതർ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് 2 ഡിജിറ്റിന് റൗണ്ട് ചെയ്തുകൊണ്ടാണ്. 2 ഡിജിറ്റിൽ വ്യത്യാസമില്ല കേട്ടോ ഇതിലൊന്നും. നോക്കൂ 0.99 തന്നെയാണെല്ലാം. എന്നുവെച്ചാൽ വളരെ അടുത്തടുത്തുള്ള പോയിന്റ്സ് ആണ്. പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ജനറേറ്റ് ചെയ്ത പോയിന്റുകളാണ് ഇതെല്ലാം. അപ്പോൾ നോക്കൂ, ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ വളരെ കൂടിയതുകൊണ്ട് നോക്കൂ, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ 10⁻80 പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി 0 പോയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെയും 0 പോകുമെന്നർത്ഥം. മനസ്സിലായല്ലോ? ഇത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദ ഫിഗേഴ്സ്. ഇതാണ് ന്യൂമറേറ്ററിൻ്റെ ഒരു വേരിയേഷൻ. ഇത് 0 നിന്ന് 10⁻14 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസിക്കാണ് ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ വാല്യൂ 10⁻11 വരെ പോകുന്നുണ്ട്. എന്നാൽ ഇത് ഡിനോമിനേറ്റർ ആണ്, ഇതിൻ്റെ 10⁻29 വരെ പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ അതിൻ്റെ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ ഗ്രാഫും കിട്ടി. അപ്പോൾ റാലി-ജീൻസ് ഫോർമുല സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻസ് I made a mistake. Planck's radiation formula successfully explains black body radiation. All right. Now the next task is we have to justify Planck's equation based on some physical principles. Okay. അപ്പോൾ അന്ന് നിലവിലുള്ള ക്ലാസിക്കൽ ഫിസിക്സിലെ പ്രിൻസിപ്പിൾസ് മതിയാവാതെ വന്നു. So they need Planck need a new principle to explain this thing. After several weeks of the most strenuous work of his life, Planck found the answer. The answer is this: the oscillators in the cavity cannot have a continuous distribution of possible energies, but only specific energies. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞത് ക്യാവിറ്റിക്കുള്ളിൽ നിറയെ സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടെന്നാണല്ലോ. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യണം. അപ്പോൾ കറസ്പോണ്ടിങ് ടു എവറി സ്റ്റാൻഡിങ് വേവ് ദർ വിൽ ബി ആൻ ഓസിലേറ്റർ. അപ്പോൾ ഓസിലേറ്ററിൻ്റെ എനർജി നമ്മൾ മുമ്പ് പറഞ്ഞത് 12 kT × 2 ദാറ്റ് ഈസ് kT ഓഫ് എനർജി ഉണ്ടെന്നായിരുന്നു. പക്ഷേ ടി കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുമ്പോൾ എനർജിയും കണ്ടിന്യൂസ് വേരിയേഷൻ പോസിബിൾ ആണ്. ഇതായിരുന്നു ക്ലാസിക്കൽ ഫിസിക്സ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറ്റില്ല എന്ന് പ്ലാങ്ക് അങ്ങ് പ്രൊപ്പോസ് ചെയ്തു. അപ്പോൾ അയാൾ പറയുന്നത് അങ്ങനെ എല്ലാ എനർജിയും പറ്റില്ല, ഓൺലി ദീസ് എനർജീസ് n × h nu, where h is Planck's constant 6.626 × 10⁻⁻34 joule/second. ഈ പ്ലാങ്ക് കോൺസ്റ്റന്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു എനർജിയെ പറ്റുള്ളൂ, പിന്നെ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസും. അപ്പോൾ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്, എല്ലാ എനർജിയും പറ്റില്ല. h nu എന്ന് പറയുന്ന ഒരു ബേസ് യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ മൾട്ടിപ്പിൾസ് 2h nu, 3h nu, 4h nu എക്സെട്ര. ഇത്തരം എനർജികൾ മാത്രമേ ആർക്ക് സാധിക്കുകയുള്ളൂ, ഒരു ഓസിലേറ്ററിന് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാൻഡിങ് വേവിൻ്റെ എനർജി കറസ്പോണ്ടിങ്ലി ഡിസ്ക്രീറ്റ് ആയിരിക്കും, എല്ലാ എനർജിയും പറ്റില്ല. സോ ദാറ്റ്സ് ഐഡിയ. അപ്പോൾ an oscillator emits radiation of frequency nu when it drops from one energy state to the next lower one. ഉദാഹരണത്തിന് n=2 ഇരിക്കുന്ന ഒരു ഓസിലേറ്ററിന് 2h nu എനർജി ഉള്ള ഒരു ഓസിലേറ്ററിന് വേണമെങ്കിൽ 1h nu എനർജിയിൽ ഓസിലേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻസ് ഇൻ എനർജി ദാറ്റ് ഈസ് h nu എമിറ്റ് ചെയ്യാം. സിമിലർലി ഒരു ലോവർ എനർജിയിലുള്ള ഒരാൾ എനർജി അബ്സോർബ് ചെയ്താൽ, h nu എനർജി അബ്സോർബ് ചെയ്താൽ, അതായത് ന്യൂ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ വന്ന് തട്ടുമ്പോൾ അതിൽ നിന്ന് h nu എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇറ്റ് ക്യാൻ ജംപ് ടു നെക്സ്റ്റ് ഹയർ സ്റ്റേറ്റ്. സോ ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈച്ച് ഡിസ്ക്രീറ്റ് ബണ്ടിൽ ഓഫ് എനർജീനെ അയാൾ ക്വാണ്ടം എന്ന് വിളിച്ചു, പ്ലൂറൽ ഈസ് ക്വാണ്ടം. അപ്പോൾ ക്വാണ്ടം ഓഫ് എനർജിയാണ് ഓസിലേറ്റേഴ്സിന് പൊസസ് ചെയ്യാൻ പറ്റൂ എന്ന് അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തു. ക്വാണ്ടം ഒരു ലാറ്റിൻ വേർഡാണ്, മീനിങ് ഹൗ മച്ച് എന്നുള്ളതാണ്.
ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ വിത്ത് ഓസിലേറ്റർ എനർജി ഈസ് ലിമിറ്റഡ് ടു NH nu, ദ ആവറേജ് എനർജി പെർ ഓസിലേറ്റർ ഇൻ ദ ക്യാവിറ്റി ഓഫ് ദ വോൾസ് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യണം. മുമ്പ് ഹാഫ് KT ആയിരുന്നു ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി വെച്ചിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് ആവറേജ് എനർജി എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾ 6th സെമ്മിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എല്ലാം പഠിക്കും. അതിൽ നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ഫോർ ദ ടൈം ബീങ് നമുക്ക് അതിൻ്റെ എനർജി എടുക്കാനേ പറ്റുള്ളൂ. എനർജി ഈസ് hnu divided by e raised to hnu by KT minus 1. ഇതായിരിക്കും അതിൻ്റെ ആവറേജ് എനർജി. അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എനർജി ഡെൻസിറ്റി, സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. U(nu) d(nu) കാൽക്കുലേറ്റ് ചെയ്യണം. മുമ്പ് നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. U(nu) d(nu) എന്ന് പറയുന്നത് എന്തായിരുന്നു? G(nu) d(nu) ഇൻറ്റു ആവറേജ് എനർജി. കറക്റ്റ്. അപ്പോൾ G(nu) d(nu) നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8π(nu²) d(nu) by c³ ആണ്. അതുപോലെ തന്നെ എനർജി, ആവറേജ് എനർജി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. hnu divided by e raised to hnu by KT minus 1 ആണ്. അപ്പോൾ ഈ ബാർ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ പ്ലാങ്ക്സ് ഫോർമുല. ദ 8πh/c³ nu³ d(nu) divided by e raised to hnu by KT minus 1. The same formula we discussed. Alright. And let's conclude. ഈ concept that oscillators in the cavity walls can interchange energy with standing waves in cavity only in quantums of hnu. hnu എന്ന് പറയുന്ന എനർജി മാത്രമേ ഓസിലേറ്റർ സ്റ്റാൻഡിങ് വേവിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ hnu അല്ലെങ്കിൽ 2hnu അല്ലെങ്കിൽ 3hnu. ഇങ്ങനെ ക്വാണ്ടാസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ക്ലാസിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതായിരുന്നു പ്രശ്നം. ഇനി ഏറ്റവും രസകരമായ കാര്യം, പ്ലാങ്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇയാൾക്ക് തന്നെ, പ്ലാങ്കിന് അദ്ദേഹത്തിന് തന്നെ ഇത് ഉറപ്പായിരുന്നില്ല. ഇത് ഒരു ഫിസിക്കൽ റിയാലിറ്റി ആണ് എന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. He remarked that this hypothesis is an act of desperation. അതായത് വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ്, but it happened. ഈ പ്ലാങ്ക് റേഡിയേഷൻ ഫോർമുലയ്ക്ക് ശേഷവും കുറേ കാലത്തേക്ക് ആളുകൾ വിശ്വസിച്ചിരുന്നത് ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തന്നെയാണ്, വേവ് നേച്ചർ തന്നെയാണ് എന്നാണ്. ഓൾറൈറ്റ്. പിന്നീട് നിങ്ങൾക്കറിയാം, ഇതിനുശേഷം ഹെർട്സ് എക്സ്പെരിമെൻറ്റിലാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വരുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ഐൻസ്റ്റീൻ ഉപയോഗിച്ചു. അവിടെ നിന്ന് അവർ സ്ലോപ്പ് ഓഫ് ദ കർവിൽ നിന്ന് എച്ചിൻ്റെ വാല്യൂ പ്രാക്ടിക്കലി മെഷർ ചെയ്തു. അപ്പോൾ പ്ലാങ്ക് പ്രഡിക്റ്റ് ചെയ്ത അതേ വാല്യൂ അവർക്ക് കിട്ടുകയും ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിന്റ്. അവിടെയാണ് ലൈറ്റിന് പാർട്ടിക്കിൾ സ്വഭാവം കൂടി ഉണ്ട് എന്ന് മനസ്സിലായത്. Thank you.